യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയില് നമ്മൾ എല്ലാവരും കയറിയിട്ടുണ്ട് ഇല്ലേ? ആഹാരം കഴിക്കാൻ കയറിയിട്ടുണ്ട്, ആഹാരം ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ ലിസ്റ്റൊക്കെ വരും. എന്താ, അരിപ്പൊടി ഉണ്ടാവും, ഗോതമ്പ് പൊടി ഉണ്ടാവും, അരി മാവ് അല്ലാത്ത മാവ് ഉണ്ടാവും, പുട്ടിനുള്ള പൊടി ഉണ്ടാവും, റവ ഉണ്ടാവും. ഇങ്ങനെ കുറെ സാധനങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടുണ്ടാവും. കൊച്ചു കൊച്ചു പൊടികളും ഉണ്ടാവും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആണ്? ഇതെല്ലാം നമ്മളുടെ ഓരോ ദിവസത്തെയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്രോതസ്സുകളാണ്. എല്ലാ ദിവസവും ഒരുപോലെ ദോശയല്ല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഉപ്പുമാവ് മാത്രം അല്ല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കും. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യത്യസ്തത നമുക്ക് ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രം ചിലപ്പോ തിരക്ക് പിടിച്ച ചില ഓട്ടത്തിനിടയിൽ മാത്രം ചിലപ്പോൾ ഒരുപോലുള്ളത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുമായിരിക്കാം. എന്നാലും നമുക്കൊരു കരുതലുണ്ട്, പല പല സാധനങ്ങൾ അവിടെ ഉണ്ടാവണം എന്നുള്ളത്. എപ്പോ നോക്കിയാലും ഇന്നിപ്പോ എന്നതാണ് ഉണ്ടാക്കാൻ ആഗ്രഹമെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സാധനം നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കാൻ പറ്റണം. ഇതേപടി വേറൊരു സാഹചര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ എന്നും പുറത്തു പോകുന്നു, ഒരു ജോലിക്ക് വേണ്ടി പോവാണ്, എല്ലാ ദിവസവും ഒരേ സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഓഫീസിൽ എല്ലാ ദിവസവും പോകുമ്പോൾ യൂണിഫോം അല്ലെങ്കിൽ, ഞാൻ എടുത്തു പറയുന്നു യൂണിഫോം അല്ലെങ്കിൽ, നമ്മൾ ഓരോ ദിവസവും ഓരോ ഷർട്ട് തന്നെയല്ലേ ഇട്ടുകൊണ്ട് പോവാ? സ്ഥിരമായിട്ട് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ജോലിക്ക് പോവോ? ഇല്ല. അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ ആണെങ്കിൽ ഓരോ ദിവസവും സാരി ഉടുത്താണ് പോകുന്നത്. എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള സാരി ആയിരിക്കില്ല എടുത്തോണ്ട് പോകുന്നത്. ഓരോ ദിവസവും ഓരോ സാരി എടുത്തോണ്ട് പോകും. വ്യത്യസ്തമായിട്ടുള്ള സാരി നമ്മൾ എടുത്തോണ്ട് പോകും. ഈ വ്യത്യസ്തമായിട്ടിരിക്കാൻ നമ്മൾ കുറെ സാധനങ്ങൾ അലമാരയിൽ സൂക്ഷിക്കുന്നുണ്ടാവും, വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച്. എന്റെ ചോദ്യം, ഈ വ്യത്യസ്തമായ റിസോഴ്സസ് നമ്മുടെ സന്തോഷത്തിനുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും കുറെ സാധനങ്ങളിൽ സന്തോഷം ഉണ്ടാവും. എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും സന്തോഷം. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും ചിലരുടെ സന്തോഷം. എന്ത് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായിട്ടും പറയും എന്റെ ഫാമിലിയാണ് എന്റെ ഹാപ്പിനെസ്. ചിലർ പറയും ഇല്ല, എന്റെ ജോലിയാണ്, ഫാമിലി അല്ല, എന്റെ ജോലിയാണ് എന്റെ നല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ചിലര് പറയും അയ്യോ ജോലിയൊക്കെ തലവേദനയാണ്, വീട് അതിലും വലിയ തലവേദനയാണ്, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് യാത്ര പോകുന്നതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യത്യസ്തമായി നമ്മൾ ചോദിച്ചാൽ പറയുന്ന ഉത്തരങ്ങളാണ്. യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഭാരമാണ്, വീടും അങ്ങനെയൊന്നുമല്ല, എന്റെ ജോലി സ്ഥലവും എനിക്ക് ഭയങ്കര പ്രഷറാണ്, സ്ട്രെസ്സാണ്. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിരുന്ന് എഴുതും, അതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഹാപ്പിനെസ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഹാപ്പിനെസ് അത് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പം ആ വ്യക്തിയിൽ നമ്മുടെ മുഴുവൻ സന്തോഷത്തിനെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അഭാവം അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് കാണിക്കുന്ന രീതികളിൽ വരുന്ന വ്യത്യാസം നമ്മൾ വല്ലാതെ തളർത്തിയെന്നിരിക്കും. നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ താഴെ പോകും എന്ന് നമുക്ക് തോന്നും. ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാവുമെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ അല്ലാതെ മുഴുവൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, നമ്മളുടെ മുഴുവൻ സന്തോഷവും നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയിലാണെങ്കിൽ ആ വ്യക്തിയുടെ ചെറിയ രീതിയിലുള്ള സ്വഭാവ വ്യതിയാനങ്ങളോ നമ്മളോട് കാണിക്കുന്ന പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ നമ്മളെ സാരമായി ബാധിക്കാം. ഇനി നമ്മുടെ വീടാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നു. വീട് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു സ്ഥലം, ആ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ ആണെന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നിരിക്കട്ടെ. നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വീട് നമ്മുടേതല്ലാത്തത് കൊണ്ടോ വാടകയ്ക്കായിരുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ ആ വീട് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി.
നമ്മൾ എന്നും വിചാരിച്ചിരുന്നത് അയ്യോ ആ വീടായിരുന്നു എൻ്റെ ഒരു സന്തോഷം, ആ വീടായിരുന്നു എൻ്റെ സന്തോഷം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന നമുക്ക് ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരുമ്പോൾ നമ്മൾ വല്ലാതെ ഇങ്ങനെ താഴേക്ക് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മുടെ സന്തോഷം ഇല്ലാതായതുപോലെ പോകും. ഇനി ചിലരുടെ ജോലിയാണ് ചിലരുടെ സന്തോഷം. അവിടെ ചെല്ലുമ്പോ, അവിടെ ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ആ ഒരു സ്കൂളിൽ ചെല്ലുമ്പോ ആ കുട്ടികളെയൊക്കെ കാണുമ്പോഴായിരുന്നു എന്റെ സന്തോഷം. പക്ഷെ എന്റെ ജോലി മാറി, എനിക്ക് ട്രാൻസ്ഫർ ആയി, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഒരു കാരണം ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് അതില് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കൊണ്ട് നമ്മൾ തളർന്നു പോകാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹാപ്പിനെസിന്റെ റിസോഴ്സസ് കൂട്ടുക. അതുപോലെ ഓരോന്നിലും നമ്മൾ ഹാപ്പിനെസ് കാണാൻ ശ്രമിക്കുക. ഇത് മാത്രമാണ് എൻ്റെ ഹാപ്പിനെസ് എന്നുള്ള തെറ്റിദ്ധാരണ, അത് തെറ്റിദ്ധാരണയാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സാധനവും നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. നമുക്ക് കഴിവുകൾ തന്നിരിക്കുന്നത്, നമുക്ക് സാഹചര്യങ്ങൾ തന്നിരിക്കുന്നത്, നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ തരുന്നത് പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കണം എന്നുള്ള ഒരേ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്നെന്തിലോ തേടി ഇങ്ങനെ ഒരു നിശ്ചയമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇതിന്റെയൊക്കെ ഉത്തരം എന്ന് പറയുന്നത് ഈ സന്തോഷം എല്ലാം, ഈ റിസോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ സന്തോഷം ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പുറത്തൊന്നും അല്ല എന്നുള്ളതാണ്. ഈ സന്തോഷം ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള സന്തോഷത്തിനെ, അതൊരു നിത്യമായ ആനന്ദമാണ്. അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഈശ്വരൻ കൊടുത്തു വിട്ടിരിക്കുകയാണ്, എല്ലാവരിലും കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും കാണാൻ പറ്റുന്നില്ല. കാണാനുള്ള യോഗം വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് തിരിച്ചറിയുക. ഈ ചുറ്റിനുള്ള ഒന്നിലുമല്ല ആ ഇരിക്കുന്ന സന്തോഷം ശരിക്കും എൻ്റെ ഉള്ളിലാണ്. അത് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോരോ സ്രോതസ്സുകളെയും തിരിച്ചറിയാൻ പറ്റുന്നത്. ജോലി ഒരു സന്തോഷമായിട്ട് മാറുന്നത്, വീട്ടിലുള്ള അവസ്ഥകൾ ഒരു സന്തോഷമായിട്ട് മാറുന്നത്, വീട്ടുകാരൊരു സന്തോഷമായിട്ട് മാറുന്നത്, സമൂഹത്തിലോട്ട് ഇറങ്ങി ഓരോരോ ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നത്, ഒരു യാത്ര പോകുമ്പോൾ സന്തോഷം കിട്ടുന്നത്, നമ്മുടേതായ കഴിവുകളെ പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു എഴുത്തെഴുതുന്നതോ പുസ്തകം എഴുതുന്നതോ പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്നതോ, ഇതിലൊക്കെ നമുക്ക് വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, ഈ വ്യത്യസ്തമായ തലങ്ങളെ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിനെ നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കസ്തൂരിമാനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. കസ്തൂരിമാൻ അതിന്റെ ശരീരത്തിലുള്ള കസ്തൂരിയാണ് ആ മണക്കുന്നതെന്ന് തിരിച്ചറിയാതെ വേറെവിടെയോ ഒക്കെയോ തേടി നടക്കുകയാണ്. അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ മണത്തിനെ ഇങ്ങനെ തേടി നടക്കുകയാണ്. അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഉറപ്പില്ലാതെ അല്ലെങ്കിൽ തിരിച്ചറിവില്ലാതെ, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഉള്ളിൽ ഇരിക്കുന്നതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ ആയാലും മെഡിറ്റേഷനിലൂടെ ആയാലും നമ്മളത് തിരിച്ചറിയണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളിപ്പോ ഹരിനാമ കീർത്തനത്തിലെ ആദ്യത്തെ വരികൾ പാടിയില്ലേ, യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. അതായത് കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം ആ നാരായണനാണ് എന്ന് പറയുന്നത്. ആ നാരായണൻ എന്ന് പറയുന്നത് പരമമായ നമ്മുടെ ഉള്ളിലെ ആനന്ദം തന്നെയാണ്. പരമമായ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഊർജം തന്നെയാണ് അവിടെ നാരായണൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ കാര്യങ്ങളും അത് തന്നെയാ ഉദ്ദേശിക്കുന്നത്. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും നമ്മൾ എന്ത് ചെയ്താലും അത് ശരിക്കും നമ്മുടെ ആനന്ദത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ചിലപ്പം ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങൾ വന്നാൽ പോലും നമുക്ക് ഉള്ളിൽ ആനന്ദമാണ് ഉള്ളതെങ്കിൽ നമുക്കതിനെ ആനന്ദത്തിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാന് ഇന്നലെ ശങ്കരിമോളുടെ സ്കൂളിൽ ഒരു യോഗ സെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയായിരുന്നു. സ്കൂട്ടറിലാ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് അവള് സ്ഥിരം വാനിലാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ എന്തായാലും പോയത് കൊണ്ട് വാനിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു പൊയ്ക്കോണം, ഞാൻ മോളെയും കുട്ടി വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പതിവില് ശങ്കരിയെ വണ്ടിയിൽ ഇരുത്തി വരുന്ന ഒരാളല്ല, പേടിയുണ്ട് വണ്ടി ഓടിക്കാൻ. അപ്പോഴത്തേക്കും ശങ്കരി മോളെയും പുറകിൽ ഇരുത്തിക്കൊണ്ട് വന്ന് പകുതി എത്തിയപ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിക്കാതെ കോരിച്ചൊരിഞ്ഞ മഴയായി. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടോ കയറി നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. പെട്ടെന്ന് ഇങ്ങനെ എത്തുമല്ലോ വീട്ടിലെന്നുള്ളതായിപ്പോയി. ഞങ്ങള് വണ്ടി ഓടിച്ചു തുടങ്ങി. കുറച്ച് മഴ ആയപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ അവളോട് ചോദിക്കാൻ, എടി മഴയായിപ്പോയി, കയറി നിൽക്കണോ, വീട്ടിലെത്തേണ്ട സമയം ആവുന്നു, ഒപ്പി തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്തണ്ടേ. അതിനെന്താ, നമുക്ക് മഴ നനഞ്ഞോണ്ട് പോവാം. കുട്ടി റെഡിയാണ് മഴ നനയാൻ.
അപ്പൊ ഞാനും ആലോചിച്ചു, ഇതൊരു അവസരമാണല്ലോ. മഴ നനഞ്ഞ് നമ്മൾ തളർന്നു വന്ന് മുഷിഞ്ഞു കയറുന്ന ഒരു അവസ്ഥയും മഴ നനഞ്ഞ് ഹാപ്പി ആയിട്ട് വന്ന് കയറുന്ന ഒരു അവസ്ഥയും ഉണ്ട്. പക്ഷെ അത് രണ്ടും ഒരേ സാഹചര്യമാണ്. മഴ നനയുക എന്നുള്ള ഒറ്റ സാഹചര്യം, വണ്ടിയിൽ കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. ചെറിയ വഴികളായതുകൊണ്ടാണ് ധൈര്യത്തിൽ വന്നത്. വലിയ വഴിയാണെങ്കിൽ വരത്തില്ല. ഒത്തിരി വാഹനങ്ങൾ വരുന്ന സ്ഥലമാണെങ്കിൽ വരാൻ ഇച്ചിരി പേടിയുണ്ട്. എന്നാലും ആ വഴിയിൽ കൂടെ നനഞ്ഞു വന്ന് കയറണ്ടേ എന്നുള്ളൊരു ആലോചനയിലായിപ്പോയി. പക്ഷേ അതൊരു ആസ്വാദനമായിട്ട്, മഴ നനയുന്ന ഒരു സന്തോഷമായിട്ട് മഴ നനഞ്ഞ് ഞങ്ങൾ ഇന്ന് വീട്ടിൽ കയറി വന്നു. എന്നിട്ട് വന്നിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, നോക്ക് നീ മുഴുവൻ നനഞ്ഞു, നിന്റെ യൂണിഫോം നനഞ്ഞു, ബാഗ് നനഞ്ഞു, എല്ലാം നനഞ്ഞു. അത് വല്ലപ്പോഴും അല്ലേ നമുക്ക് കിട്ടുന്നത് എന്ന കുട്ടിയുടെ മറുപടിയാണ്. അപ്പൊ ഞാനും ആലോചിച്ചു, ശരിയാ, ഇതിനൊരു സന്തോഷമായിട്ട് എടുക്കാമല്ലോ. മുഷിഞ്ഞതായിട്ട് നമുക്ക് എടുക്കാം, സന്തോഷമായിട്ടും എടുക്കാം. അത് കഴിഞ്ഞ് ആള് നേരെ യൂണിഫോം ഒക്കെ മാറ്റി വെച്ചിട്ട്, മഴയത്ത് സാധാരണ നമ്മളിവിടെ മഴ പെയ്യുമ്പോൾ മഴയത്ത് കുളിക്കാറുണ്ട്, കളിക്കാറുണ്ട്, ശങ്കരി അങ്ങ് വിടാറുണ്ട്. അതുപോലെ ഇദ്ദേഹം എല്ലാം മാറ്റി വെച്ചിട്ട് നേരെ പോയി മഴയത്ത് അങ്ങ് നനഞ്ഞ് കളിച്ചു. ഈ ഒരു സാഹചര്യത്തിനെ നമ്മൾ വേറൊരു മനസ്സിൽ സന്തോഷം കൊണ്ടുപോകാൻ പ്രയാസമുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരിൽ നിന്ന് എടുത്തു നോക്കൂ. മഴ നനഞ്ഞ് കയറി വന്നാൽ എന്തായിരിക്കും അവരുടെ സാഹചര്യത്തിന് അവരെങ്ങനെയായിരിക്കും കാണുക? ഓ, മുഴുവൻ നനഞ്ഞു, ഡ്രസ്സ് നനഞ്ഞു, പേഴ്സ് നനഞ്ഞു, ബാഗ് നനഞ്ഞു, ഇതിനെല്ലാം എങ്ങനെ കാണും? വല്ലാത്ത ഇറിറ്റേഷനിലായിരിക്കും അവര് കാണുന്നത് ഇതിനെല്ലാത്തിനെയും. അപ്പൊ സാഹചര്യം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനെ ഉറപ്പായിട്ടും ആനന്ദത്തിന്റെ ഭാവത്തിലേക്ക് മാറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ സ്രോതസ്സുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഒരു സ്ഥലത്താണ് നമ്മളുടെ സന്തോഷം ഇരിക്കുന്നെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. നമുക്ക് എല്ലായിടത്തും സന്തോഷമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഉള്ളത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം വെച്ച് തന്നെ, ഈ ഒരു കാര്യത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് പോകാം. സ്രോതസ്സുകൾ കണ്ടോ? നിങ്ങളുടെ ആനന്ദത്തിന്റെ സ്രോതസ്സുകൾ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അനുഭവിച്ചോ? എല്ലാവരും കൃത്യമായി അത് ഫോളോ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. ആ മെഡിറ്റേഷനിലൂടെ തന്നെ പോയി എന്ന് തന്നെ, താങ്ക് യു സർ, ആ മെഡിറ്റേഷനിലൂടെ കടന്നുപോയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നമ്മുടെ ആനന്ദത്തിനാണ്. എല്ലാം നമ്മുടെ ആനന്ദത്തിനാണ്. അതെങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. അതെങ്ങനത്തെ ആനന്ദമായിരിക്കണം, അത് നിലനിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും, അടുത്ത സെഷനിൽ പറയും. അപ്പോ നല്ലൊരു വിഷയവുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു, സന്തോഷം ആശംസിക്കുന്നു. ആനന്ദമുള്ളിൽ നിറയട്ടെ. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ എല്ലാ ആനന്ദവും കാണട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.